ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മളിന്ന് കുമ്പിളപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കതിന് വേണ്ടത് കുറച്ച് പ്ലാവിൻ്റെ ഇലകൾ നല്ല കഴുകി വൃത്തിയാക്കി നല്ല കുമ്പിൾ കുത്തി വെക്കണം. പിന്നെ നമുക്ക് കുറച്ച് അരിപ്പൊടിയിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കുഴച്ചെടുത്തത് വേണം. ശർക്കര വേണം, തേങ്ങ വേണം, കുറച്ച് ഏലക്കായി പഞ്ചസാരയും കൂടി ചേർത്ത് നമ്മൾ പൊടിച്ചെടുത്തിട്ട് ഇതിലുമെല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല ഇതുപോലെ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു കുമ്പിളെടുക്കുക, അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് മാവൊക്കെ ഇതേപോലെ നല്ല സെറ്റാക്കി എടുക്കണം കേട്ടോ. മാവ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുത്തി നിറച്ച് വെക്കണം. അതിന് ശേഷം കുറച്ച് മാവ് എടുത്തിട്ട് ഇതിൻ്റെ വായു ഭാഗം നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതായത് അതിൻ്റെ ഉള്ളിലുള്ള ശർക്കരയും തേങ്ങയും പുറത്തേക്ക് വരാത്ത രീതിയിൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് സെറ്റാക്കി എടുക്കണം കേട്ടോ. ഇതേപോലെ നമ്മൾ അതിലിടുന്നു, കുറച്ച് മാവ് എടുക്കുന്നു, അതിന് ശേഷം ഇതുപോലെ കുറച്ച് മാവ് എടുക്കുന്നു, അതിൻ്റെ മേലെ എടുക്കുന്നു, ഫില്ല് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ പണിയിട്ട്. വളരെ ടേസ്റ്റി ആയിട്ടും കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നമ്മൾ വറുത്തതും പൊരിച്ചതും ഒന്നും അല്ലാത്ത അടിപൊളി സ്നാക്സാണ്. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി, വളരെ നന്നായിരുന്നു. അപ്പോൾ നമ്മളിനി വീട്ടിൽ മക്കൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ നമ്മളത് ഒരുപാട് കുമ്പിളപ്പങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഒരു ഇഡ്ഡലി പാത്രം എടുക്കുക, അതിന് ഇതുപോലെ അല്ലെങ്കിലും ഇതിന് തിരിച്ചു വെച്ചിട്ട് ചെയ്താലും കൂടെ മതി കേട്ടോ. ഒന്നിങ്ങനെ വെക്കുമ്പോൾ ഇതിലേക്ക് വെള്ളം ഇങ്ങനെ ആവി ഇങ്ങനെ വരും. അതുകൊണ്ട് ഈ ഇഡ്ഡലി പാത്രത്തിന് തല തിരിച്ച് വയ്ക്കുക. ഇന്നത്തെ വീഡിയോ